RSS ആത്മാർത്ഥത കാട്ടുമോ? ചർച്ചയിലേക്ക് കടക്കുന്നു. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ചർച്ചയ്ക്ക് CPM തയ്യാറാണെന്നാണ് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ RSSൻ്റെ ആത്മാർത്ഥതയിൽ സംശയവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ RSSും CPMും തമ്മിൽ ഒരു ചർച്ച എത്രമാത്രം ആത്മാർത്ഥതയും സ്വാഭാവികമായും ഉള്ളതായിട്ടാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഈ ചർച്ചയ്ക്ക് വിഷയമാകുന്നത് ഈ കണ്ണൂർ നമ്മൾ എപ്പോഴും സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഹിംസാത്മക രാഷ്ട്രീയം എന്നുള്ളതാണ്. അത് പരസ്പരമുള്ള ഈ ഒരു കുടിപ്പക പോലെയുള്ള ഒരു മാനം കൈവരുന്ന അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയുവാനായി RSSും CPMും ഒരുമിച്ച് മേശയ്ക്ക് ഇരുവശവും ഇരുന്ന് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ജനാധിപത്യ ക്രിയ തുടങ്ങി വെക്കുന്നത് അർത്ഥവത്തായിട്ടുള്ള സംഗതിയാണ്. പക്ഷെ ഇതിന്റെ മൗലികമായിട്ടുള്ള പ്രശ്നം അതിനപ്പുറത്തേക്ക് ചർച്ചയ്ക്ക് വളരാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ എത്രമേൽ വിഭിന്നങ്ങളും എത്രമേൽ ആന്റിതെറ്റിക്കലാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ശ്രീ പിണറായി വിജയൻ ഇന്നത്തെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചത് ഇത് എത്രത്തോളം ആത്മാർത്ഥത ഈ പ്രസ്താവനയ്ക്കകത്തുണ്ട് എന്നുള്ള അദ്ദേഹം പറയുമ്പോൾ നമുക്കറിയാം സംഘപരിവാറിന്റെ ഒരു രാഷ്ട്രീയ പ്രയോഗങ്ങളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ഹിംസാത്മകത എത്രത്തോളം തീക്ഷ്ണമാണെന്നും അത് അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോ അതിലുള്ള ഒരു സംശയം ശ്രീ പിണറായി വിജയൻ പ്രകടിപ്പിച്ചത് വളരെ അർത്ഥവത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തിരിച്ചെത്താം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. മുഹമ്മദ് റിയാസ്, ഈ കാര്യങ്ങൾ CPM മനസ്സിലാക്കിയിട്ടാണോ ഇന്ന് ശ്രീ പിണറായി വിജയൻ ആത്മാർത്ഥമായിട്ടാണ് മോഹൻ ഭാഗവത് പറഞ്ഞതെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? അല്ല, അതിൽ സഖാവ് പിണറായി വിജയൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം മുഴുവൻ കേട്ടാൽ അത് കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പുള്ളിമാൻ്റെ പുള്ളി തേച്ചു മാച്ച് കളഞ്ഞാൽ പോകില്ല, ഒരു സംശയമില്ല. പക്ഷേ മോഹൻ ഭഗവത് പറഞ്ഞതായിട്ടുള്ള ഈ മാധ്യമ വാർത്തയോട് സഖാവ് പ്രതികരിച്ചതാണ്. ആ പ്രതികരണത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മോഹൻ ഭഗവതിൻ്റെ പ്രതികരണം ആത്മാർത്ഥമാണെന്ന് കരുതുന്നില്ല. പക്ഷെ അതിൽ ഒരു ചെറിയ അംശമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് ശരിയായ അർത്ഥത്തിൽ മുന്നോട്ട് പോകാമെന്നാണ്, സഹകരണമാകാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം RSS ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള ഫാസിസ്റ്റ് സംഘടനാ രീതിയും നാസിസ്റ്റ് ആശയങ്ങളെ പിൻപറ്റി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ പ്രത്യേക സാഹചര്യം നമ്മുടെ രാജ്യത്ത് RSSൻ്റെ പൂർണ്ണ നിയന്ത്രണമുള്ള RSSൻ്റെ റിമോട്ട് കൺട്രോളിൽ ഭരണം നടത്തുന്ന ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ കേരളം ഒരു ടാർഗറ്റ് സംസ്ഥാനമായി BJP ദേശീയ അധ്യക്ഷനായി ചുമതലയെടുത്ത ഗുജറാത്ത് ഫെയിം അമിത് ഷാ പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിൽ നടത്തിയ വേട്ടകൾ അതിൽ പ്രധാനമായും CPIMൻ്റെ പ്രവർത്തകരെയാണ് ശരിപ്പെടുത്തിയത്. കാരണം ഗുജറാത്ത് മുസഫർ നഗറും കേരളത്തിൽ നടക്കാതിരിക്കുന്നതിൻ്റെ തടസ്സമായി നിൽക്കുന്നത് കേരളത്തിലെ CPIMൻ്റെ ശക്തമായ സാന്നിധ്യമാണ്. അപ്പോൾ CPMനെ ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തിയ 29 CPIMൻ്റെ പ്രവർത്തകരെയാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് CPIMൽ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ 19 പേരെയും കൊലപ്പെടുത്തിയത് RSS ആണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആശയപരമായ പ്രവർത്തനമാണ്. അത് കായികപരമായ പ്രവർത്തനം നടന്ന രീതിയോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പരിഷ്കൃത സമൂഹത്തിൽ ആശയപരമായി സംവാദം നടത്തുക, സ്വസ്ഥമായ അന്തരീക്ഷം ജീവിക്കാൻ ഉണ്ടാക്കുക, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥത തകരുമ്പോൾ അതിനുവേണ്ടി പോരാട്ടം, പ്രതിരോധ പ്രവർത്തനം നടത്തുക. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ സ്വന്തം ജീവൻ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ നിലയിൽ ഈ നാടിൻ്റെ ആകെ സ്വസ്ഥത തകർക്കുന്ന, അസഹിഷ്ണുത രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മോഹൻ ഭഗവതിൻ്റെ കണ്ണൂരിലെ സൈലന്റ് വിസിറ്റ്, ആ രഹസ്യ സന്ദർശനത്തിൽ തന്നെ പിന്നീട് ശ്രീ കുമ്മനം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായത് ഉൾപ്പെടെ കൂട്ടി വായിച്ചാൽ കേരളം ഒരു ഗുജറാത്താക്കി മാറ്റി തീർക്കാനുള്ള ശ്രമമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് ജനം തിരിച്ചറിയുന്നു എന്നുള്ള ഭയമാണ്
മോഹൻ ഭഗവതിനെ പോലെയുള്ള ഒരാൾ തുറന്ന് ചിലത് പറയാൻ തയ്യാറായിട്ടുള്ളത്. അത് സഖാവ് പിണറായി വിജയൻ പോസിറ്റീവായി അതിന് മറുപടി നൽകുമ്പോഴും എന്താണ് ശ്രീ മോഹൻ ഭഗവത് പ്രതിദാനം ചെയ്യുന്ന സംഘടന എന്നുള്ളത് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനങ്ങളോട് വിശദീകരിച്ചിട്ടുള്ളത്. ഞാൻ തിരിച്ചെത്താം ശ്രീ മുഹമ്മദ് റിയാസ്. ശ്രീ PS ശ്രീധരൻപിള്ള, ഇപ്പോൾ ഈ കാര്യങ്ങളെ നിരീക്ഷിച്ച ശ്രീ B ഉണ്ണികൃഷ്ണനും CPMന്റെ ഭാഗമായി ശ്രീ മുഹമ്മദ് റിയാസും പറഞ്ഞത് ശ്രദ്ധിക്കുക. B ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്യുന്നത് നല്ലത് തന്നെ, പക്ഷെ അതിനപ്പുറത്തേക്ക് പോകാൻ ഈ രണ്ട് സംഘടനകളുടെയും ചർച്ച കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ്. രണ്ട് സംഘടനകളുടെയും പ്രത്യയശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് RSSന്റെ പ്രത്യയശാസ്ത്രത്തെ ഉണ്ണികൃഷ്ണൻ വിലയിരുത്തിയത് ഹിംസാത്മകത ഉള്ള ഒരു സംഘടന എന്നുള്ള നിലയ്ക്കാണ്. അതുള്ളിടത്തോളം അത് കളഞ്ഞുകൊണ്ട്, അത് വെടിഞ്ഞുകൊണ്ട് എങ്ങനെ മേശയ്ക്കപ്പുറം ഇരുന്നു കൊണ്ട് ആത്മാർത്ഥത കാണിച്ച ചർച്ചയിൽ പങ്കെടുക്കും? CPMും സംശയത്തിലാണ് റിയാസിൻ്റെ ഭാഷ കേൾക്കുമ്പോൾ. കണക്കുകൾ നിരത്തിയാണ് CPM പറയുന്നത്. മോഹൻ ഭാഗവത് തങ്ങളുടെ സംഘടനയുടെ ചിത്രം ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭയപ്പെട്ട് ചർച്ചയ്ക്ക് വരുന്നു. ലാലെ, ഇതിൽ എനിക്കറിയില്ല, തത്വശാസ്ത്രപരമായി RSSും മാർക്സിസ്റ്റ് പാർട്ടി ഒന്നിച്ചാകണം, ഒരേ ആകണം, എന്നിട്ടാണ് ചർച്ചകൾ നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമല്ലേ? ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബാലിശമായ ഒരു വാദഗതിയാണ് എൻ്റെ ഈ രണ്ട് സുഹൃത്തുക്കളും. ഉണ്ണികൃഷ്ണ സുഹൃത്ത് എനിക്ക് വലിയ പരിചയമില്ല, എനിക്ക് റിയാസ് നല്ലോണം അറിയാം, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഒരു അക്രമം ഉണ്ടാവണമെന്നുള്ളത്, അക്രമം ഉണ്ടാവാതിരിക്കാൻ വേണ്ട മുൻകരുതലെടുക്കാൻ ഓരോ പ്രസ്ഥാനങ്ങളും അതിന് ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ ഭരണഘടന. കാരണം ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് എതിരാളിയെ ശത്രുവായി കാണുന്ന, ടു ബി എലിമിനേറ്റഡ്, വർഗശത്രുവായി കാണുന്ന ആശയപരമായി പറഞ്ഞാൽ അതാണ് കമ്മ്യൂണിസ്റ്റ് ആശയം. പക്ഷേ ആ ആശയം ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് വന്ന ഇന്ത്യയിൽ, ബഹുകക്ഷി സമ്പ്രദായം നിലവിലുള്ള ഒരു രാജ്യത്ത്, അതിനനുസരിച്ച് CPM അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ട് എനിക്കറിയില്ല. മാറ്റേണ്ടതാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഏതായാലും അക്രമം ഒഴിവാക്കാൻ ഇതിൻ്റെ ഒന്നും പ്രശ്നമില്ല. അന്യോന്യം അക്രമം ഒഴിവാക്കാനുള്ള നേതൃത്വങ്ങൾ അതിനനുസരണമായുള്ള സമീപനം സ്വീകരിച്ചാൽ മതിയാവും. അതുകൊണ്ട് ഇവിടെ അദ്ദേഹം കണക്ക് പറഞ്ഞ് 29. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നടന്ന സ്വാതന്ത്ര്യം കിട്ടിയ 47 മുതൽ കേരളത്തിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്താൽ അതിൽ 90% അത് വാദിയായോ പ്രതിയായോ, കൂടുതലും പ്രതിയായിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലേ സുഹൃത്ത്? ഞങ്ങളാണോ ഉത്തരവാദികൾ? 57 മന്ത്രിസഭ സ്പെസിഫിക്കായി അവരുടെ ആരോപണം അക്രമം, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, അപകടത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ അന്ന് നടന്ന 17 എണ്ണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ പിരിച്ചുവിട്ടത്. അന്ന് RSSും BJPക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. വാരിക്കുന്തം പോലുള്ള കാര്യങ്ങൾ, ആസിഡ് പോലുള്ള കാര്യങ്ങൾ, കൃഷി നശിപ്പിക്കൽ പോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ വ്യാപകമായത് RSSൻ്റെയും അന്നത്തെ ജനസംഘത്തിൻ്റെയും പങ്കുകൊണ്ടായിരുന്നോ? അതിനുശേഷം നടന്ന ഓരോ കാര്യങ്ങൾ നോക്കിക്കോളൂ. എന്നാൽ ആദ്യത്തെ സംഭവം ഉണ്ടാകുന്ന 69-ലാണ്. 76-ലെ അടിയന്തരാവസ്ഥ പാനുണ്ട ചന്ദ്രൻ ഒരു കുടുംബത്തിൽപ്പെട്ട, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കുടുംബത്തിൽപ്പെട്ട സഖാവിൻ്റെ മകൻ RSS ആകെ തുടങ്ങി വെട്ടിക്കൊന്ന സംഭവമല്ലേ തുടക്കം. അതിൻ്റെ കണക്കെടുത്തോളൂ. പിന്നെ ഞാൻ ഒരൊറ്റ കാര്യം കൂടെ, ലാൽ എനിക്ക് സമയം തരുമെന്നറിയില്ല, തരുമെങ്കിൽ ഞാനൊരു ഒറ്റ കാര്യം കൂടെ അതോട് ബന്ധപ്പെട്ട് പറയാം. CPMൻ്റെ പാർട്ടി കോൺഗ്രസ്സിൽ ഇപ്രാവശ്യം ഒഴിവാക്കി ബോധപൂർവം. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ റിപ്പോർട്ടുകൾ കോയമ്പത്തൂരിലെയും നമ്മുടെ കോഴിക്കോട്ടും നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ ആദ്യത്തെ രക്തസാക്ഷി പ്രമേയമല്ലേ, അതല്ലേ റെസൊല്യൂഷനായിട്ട് വരിക. അതിലെ കണക്കെടുത്ത് നോക്കിക്കോളൂ. കോയമ്പത്തൂരിൽ എനിക്കറിയാം 208 പേരാണ് മൊത്തം കൊല്ലപ്പെട്ടത്. അതിൽ രാഷ്ട്രീയ സംഘടനകൾ കൊല്ലപ്പെട്ട 2 സംസ്ഥാനങ്ങളേ ഉള്ളൂ, ബംഗാളും കേരളവും. അതിനർത്ഥം എന്താ? ഇന്ത്യയിൽ BJP 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ ഉള്ള പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തും നിങ്ങളുടെ ആരുടെയെങ്കിലും CPMൻ്റെ ഒരു പ്രവർത്തനെ പോലും, CPIയുടെ ഒരു പ്രവർത്തനെ പോലും ഞങ്ങൾ ചെയ്തെന്ന് ഒരൊറ്റ സംഭവം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? വൈ ദിസ് എലോൺ ഇൻ കേരള ആൻഡ് ബംഗാൾ? CPMൻ്റെ ശക്തിയുള്ളിടത്ത് മാത്രം. അവിടെ എന്തുകൊണ്ട് ഇത്രയും ആളുകൾ, രക്തസാക്ഷി പ്രമേയത്തിലെ ആളുകൾ കൊല്ലപ്പെട്ടു? ഞാൻ തിരിച്ചെത്താം. അതിന് മുഹമ്മദ് റിയാസ് മറുപടി പറയും. പക്ഷെ അതിനു മുമ്പ് അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, താങ്കൾ മോഹൻ ഭാഗവതിനെ കണ്ട് സംസാരിച്ചപ്പോഴാണ്, താങ്കൾ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് മോഹൻ ഭാഗവത് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത്, ഒരാലോചന നടത്തുന്നത്.
എത്രമാത്രം RSSന് ഈ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് പറയാനാകും? അഡ്വക്കേറ്റ് ശിവൻമഠത്തിലേക്ക് തിരിച്ചെത്താം. ശ്രീ മുഹമ്മദ് റിയാസ്, ഇപ്പോൾ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞ കണക്കുകൾ തിരിച്ചങ്ങോട്ടുമുണ്ട് പറയാൻ. കണക്കുകൾ പറയുകയാണെങ്കിൽ കണക്കുകൾ തിരിച്ചുമുണ്ട് പറയാൻ. അത് ഏത് അർത്ഥത്തിലാണ് ഇപ്പോൾ നിങ്ങൾ കണക്കുകൾ പറഞ്ഞ് ഇതിനെ തട്ടി മാറ്റുന്നത് എന്നാണ് PS ശ്രീധരൻപിള്ളയുടെ സംശയം. ചർച്ചയ്ക്ക് വരുമ്പോൾ ചർച്ചയ്ക്ക് ഇരിക്കണ്ടേ? എന്താണ് ചർച്ച ചെയ്താലും ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ചർച്ചയ്ക്ക് ഇരുന്നാലും മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നാലും നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്താണ് RSSനോട് ചോദിക്കാനുള്ളത്? അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യത്തിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ മാറ്റിയെടുക്കാം. അദ്ദേഹം പറഞ്ഞു ഇറ്റ്സ് ഓൺലി ഇൻ കേരള ആൻഡ് ബംഗാൾ. കേരളത്തിലും ബംഗാളിലും മാത്രമേ ഇത് കാണൂ, കാരണം അവിടെ CPIM ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കൊലപാതകത്തിൻ്റെ കാര്യവും പറഞ്ഞു. ഞാൻ അതിലേക്ക് വരാം, ഒന്ന് സമയം തരണം. ഒന്ന് 948 ജനുവരി മാസം 30 മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടുത്തിയ വ്യക്തിയുടെ പേര് നാഥൂറാം ഗോഡ്സെ, എല്ലാവർക്കും അറിയാം. ആ നാഥൂറാം ഗോഡ്സെ ലക്ഷണമൊത്ത RSSകാരനാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഗോപാൽ ഗോഡ്സെ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു എന്തിനാണ് അദ്ദേഹം മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയത്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ ആശയത്തിന് ലക്ഷ്യത്തിലെത്താൻ തടസ്സമാണ് മഹാത്മാഗാന്ധി എന്നുള്ളത് കൊണ്ടാണ് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയത്. ഈ നാഥൂറാം ഗോഡ്സെക്ക് പ്രതിമ വേണം, അമ്പലം വേണമെന്ന് പറയുന്ന കേന്ദ്രമന്ത്രിമാരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. അപ്പോൾ കൊലപാതകത്തെക്കുറിച്ച് ശ്രീധരൻപിള്ള വക്കീൽ ഇവിടെ പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാജ്യത്തെ കൊലപാതകങ്ങളുടെ ട്രാക്ക് റെക്കോർഡിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. പിന്നെ അദ്ദേഹം ഇറ്റ്സ് ഓൺലി ഇൻ ബംഗാൾ ആൻഡ് കേരള എന്ന് പറഞ്ഞു. ഗുജറാത്തിൽ നടന്ന എന്താ? ഗുജറാത്തിൽ വംശീയ ഹത്യ, ഗർഭസ്ഥ ശിശുവിനെ തൃശൂലം കൊണ്ട് കുത്തി, ലോക വംശീയ ഹത്യകളിൽ പോലും കാണാത്ത രീതിയിലേക്കുള്ള കാടത്തം നടന്നു ഗുജറാത്തിൽ. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആര്? നേതൃത്വം കൊടുത്ത വ്യക്തി അമിത് ഷാ. അദ്ദേഹം പിന്നീട് ഗുജറാത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. ഗുജറാത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അമിത് ഷായെ പിന്നീട് ഇവർ ദേശീയ അധ്യക്ഷനാക്കി. അത് ഇവരുടെ ഇഷ്ടം, താല്പര്യം, അത് ചെയ്യാം. എന്റെ ചോദ്യം ഏത് സംഘടന അത് തമ്മിൽ കണക്ട് ചെയ്യണം? അല്ല, ഞാനൊന്ന് പറയട്ടെ. എന്റെ ചോദ്യം, കേരളത്തിന്റെ ചരിത്രം പറഞ്ഞു. കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ കൊലപാതകം മൊയാർത്ത് ശങ്കരൻ. അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് കമ്മ്യൂണിസ്റ്റായി മാറി. കോൺഗ്രസിന്റെ ചരിത്രം മലയാളത്തിൽ എഴുതിയ മൊയാർത്ത് ശങ്കരൻ പിന്നീട് കമ്മ്യൂണിസ്റ്റായതിന് കണ്ണൂരിലെ എടക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കൊലപ്പെടുത്തി കോൺഗ്രസ്സുകാർ. പിന്നെ നിരവധി കഥകൾ എടുക്കാം. കേരളത്തിന്റെ ചരിത്രത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ഐക്യ കേരളം വന്നതിന് ശേഷം ഒരു MLA ആയി നിൽക്കുമ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഖാവ് കുഞ്ഞാലി അല്ലാതെ ആര്? ആ കേസിലെ പ്രതി ശ്രീ ആര്യാട മുഹമ്മദ് ഇന്ന് മന്ത്രിസഭയിലുണ്ട്. ഇടതുമുന്നണിയുടെ കൺവീനർ സഖാവ് അഴീക്കോടൻ രാഘവൻ 972 കൊല്ലപ്പെട്ടു. അദ്ദേഹം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ. ഇങ്ങനെ എത്ര പേര്. SFIയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ സഖാവ് KV സുധീഷ്. ഈ 19 പേരുടെ പേര് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ഇതൊക്കെ പരിശോധിക്കണം. എന്തുകൊണ്ട് കേരളത്തിൽ RSS CPIMനെ ടാർഗറ്റ് ചെയ്യുന്നു? ദയവായി അഡ്വക്കേറ്റ് ശിവൻമഠത്തിലും ശ്രീ B ഉണ്ണികൃഷ്ണൻ ദയവായി ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് ശ്രീധരൻപിള്ളയെ കൂടെ ഒന്ന് കേൾക്കാം. കണക്കുകൾ എന്താണ് ഇവർക്ക്, ഈ കൂട്ടർക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് നമ്മൾ കേൾക്കണമല്ലോ. ഒരു മേശയ്ക്ക് ചുറ്റും അപ്പുറവും ഇപ്പുറവും ഇരിക്കുമ്പോഴും ഇവർ പറയാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമുക്കത് ഇവിടെയും കേൾക്കേണ്ടി വരും. ദയവായി ഒന്ന് കേൾക്കുക. ശ്രീ PS ശ്രീധരൻപിള്ള, ഇപ്പോൾ റിയാസ് പറഞ്ഞതിൻ്റെ മറുപടി എന്താണ് താങ്കൾ ഈ ഘട്ടത്തിൽ പറയുക? നിങ്ങൾ ഈ ചർച്ചയുടെ ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവുമാണ് ഇരിക്കുന്നത്. ചർച്ച തുടങ്ങി എന്ന് തന്നെ കരുതിക്കൊള്ളുക. നിങ്ങൾ നേരത്തെ വിഭാവന ചെയ്ത ആ വലിയ ചർച്ച, അഡ്വക്കേറ്റ് ശിവൻമഠത്തിൽ പോയി ചോദിച്ചു വാങ്ങിച്ച ആ ചർച്ച നിങ്ങൾ ഇപ്പോൾ നടത്തുകയാണെന്ന് കരുതുക. അതിൻ്റെ മറുപടിയാണ് ഇനി PS ശ്രീധരൻപിള്ള ഇപ്പോൾ നടത്തേണ്ടത്. രണ്ടുപേരുടെയും ശബ്ദം നമുക്ക് വേണം, റിയാസിൻ്റെയും. ഞാൻ ഈ റിയാസ് നല്ല ചെറുപ്പക്കാരാണ്, വായിക്കുന്ന ആൾ, യുവ നേതാവാണ്. ഞാൻ അരി എത്രയെന്ന് വെച്ചാൽ പയറാഞ്ഞാലെന്നാണ് ഉത്തരം പറയേണ്ടത്. ഞാൻ പറഞ്ഞത് വർഗീയ കലാപങ്ങൾ ഇന്ത്യയിലുണ്ടായതിനെ പറ്റിയല്ല, വംശഹത്യാ ആരോപണങ്ങളെ പറ്റിയല്ല, ഗാന്ധി മരത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. RSSൻ്റെയോ BJPയുടെയോ അതിനെപ്പറ്റിയുള്ള താത്വികമായ പഠനമല്ല നമ്മളിവിടെ പറഞ്ഞത്. ഞാനിവിടെ പറഞ്ഞത് പൊളിറ്റിക്കൽ മർഡർ ഇൻ ഇന്ത്യ. പൊളിറ്റിക്കൽ മർഡർ നടക്കുന്ന അംഗീകൃത പാർട്ടികൾ, ഇപ്പം RSS എന്ന് പറയുമ്പോൾ BJP കൂടെ ആണല്ലോ, രണ്ട് അംഗീകൃത പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിൽ നടക്കുന്ന സംഘട്ടനത്തിൽ ആളുകൾ മരിച്ചു വീഴുന്നത്
കാഷ്വാലിറ്റി ഉണ്ടാകുന്നത് അത് പൊളിറ്റിക്കൽ മർഡറിനെ പറ്റി ഞാൻ പറഞ്ഞത്. ആ പൊളിറ്റിക്കൽ മർഡർ ഇന്ത്യയിൽ ഈ രണ്ട് സംസ്ഥാനത്തല്ലാതെ പൊളിറ്റിക്കൽ അവിടെ വംശഹത്യ നടത്തി, വർഗീയ കലാപം നടത്തി, വിഭജനത്തെ തുടർന്ന് കലാപം ഉണ്ടായി. ഈ കലാപങ്ങൾ പറഞ്ഞ് തടിതപ്പാൻ രക്ഷിക്കണോ? എൻ്റെ ചോദ്യം സ്പെസിഫിക്കാണ്. ഇന്ത്യയിൽ അംഗീകൃത പൊളിറ്റിക്കൽ പാർട്ടികൾ, ആ CPM ഒരു അംഗീകൃത പൊളിറ്റിക്കൽ പാർട്ടിയാണ്, BJP ഒരു അംഗീകൃത പൊളിറ്റിക്കൽ പാർട്ടിയാണ്, സംഘപരിവാർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ, വർഗീയതയല്ല ഞാൻ പറഞ്ഞത്, വർഗീയ കലാപമല്ല ഞാൻ പറഞ്ഞത്, ആരെ സംരക്ഷിച്ചു എന്നല്ല. ശ്രീ PS ശ്രീധരൻപിള്ള, ഇത് BJP-യുമായിട്ടല്ലല്ലോ ചർച്ച. RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത ഒരു സംഘടനയുമായിട്ടാണ് ഈ ചർച്ച ഇപ്പോൾ പറയുന്നത്. BJP ആണെങ്കിൽ അത് രാഷ്ട്രീയ കക്ഷിയാണ്, നമുക്കറിയാം. രണ്ട് രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ചർച്ചയല്ല ഇവിടെ. RSSന്റെ ചരിത്രമാണ് നേരത്തെ മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഇവിടെ CPM-ന്റെ ഈ കാര്യത്തിലുള്ള ചരിത്രം നിങ്ങൾക്കും പറയാനുണ്ടാകും. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഇത് തീർക്കാൻ വേണ്ടി ഒരു മേശയ്ക്ക് ചുറ്റും അപ്പുറവും ഇപ്പുറവും ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിൽ കൂടി നിങ്ങൾ ഇരിക്കാൻ തയ്യാറാകുമ്പോൾ എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്? ഇനി നാളെ മുതൽ ഞങ്ങൾ കൊല്ലില്ല, അല്ലാതെ ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം അതിൽ മാറ്റം വരുത്തുമെന്നല്ലല്ലോ ശ്രീ PS ശ്രീധരൻപിള്ള. മേശയ്ക്ക് ചുറ്റും അവിടെ പറയാം, ഞാൻ അതിലേക്ക് വരാം. അത് പറയാം, അതാണോ പറയേണ്ടത്? ഒന്നുമില്ല. കേരളത്തിൽ ലാലിപ്പോൾ ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ ഐഡിയോളജിയോട് ബന്ധപ്പെട്ട് നടക്കുന്ന ക്ലാഷസിനെ പറ്റിയാണ്. ഇപ്പോൾ RSS അല്ലെങ്കിൽ BJP പ്രചരിക്കുന്ന ക്ലാഷസ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇങ്ങനെയാണുള്ള സംഘർഷം നടക്കുന്നത്. ഇത്തരം സംഘർഷമുള്ള ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളേ ഉള്ളൂ. വേറൊരു സംസ്ഥാനം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കുകയാണ് വേണ്ടതെങ്കിൽ ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ ഉള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അതുണ്ടാവണ്ടേ? ഒരൊറ്റ സംഭവം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കാനാണ് ഗോൾവൽക്കർ പറഞ്ഞത്, നടപ്പാക്കുന്നല്ലേ എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. അവിടെ അതിന് മറ്റേ കലാപം നടന്നു, അവിടെ വർഗീയ കലാപം നടന്നു. നമുക്ക് അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകണമെങ്കിൽ പോകാം, ഞാനതിന് തയ്യാറാണ്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാര്യത്തിൽ നമ്മൾ മാറിയിട്ട് അന്യോന്യം കൊന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഒന്നിനെ ഇല്ലാതാക്കാൻ മറ്റൊന്നിന് കഴിയില്ലെന്നുള്ളത് ഈ 2015 എത്തിപ്പെട്ട പ്രപഞ്ച സത്യമാണ്. മുഹമ്മദ് റിയാസ്, ആ സൗണ്ട് രണ്ടുപേരെയും ഓൺ ചെയ്യണം. അല്ലെ, ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. ഗുജറാത്തിൽ CPIM ശക്തമായ സാന്നിധ്യമാണെങ്കിൽ ഗുജറാത്തിൽ ആദ്യം ഒരു വകവരുത്ത ഞങ്ങളെയാ. കാരണം ന്യൂനപക്ഷ വേട്ടക്കെതിരെ ശക്തമായ നിലപാട് ഞങ്ങൾ എടുക്കും. അതെ, ഗുജറാത്തിൽ മുസഫർ നഗറിൽ ഉത്തർപ്രദേശിൽ ഞങ്ങൾ ന്യൂനപക്ഷ വേട്ട നടക്കില്ല. ആദ്യം ഞങ്ങളെ കൊല്ലണം, എന്നിട്ടേ അത് നടക്കൂ. കേരളത്തിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ നേരെ വരുന്നു? അതാ ചോദ്യം. കേരളത്തിൽ ഇവരുടെ ഈ ഫാസിസ്റ്റ് അജണ്ട നടപ്പിലാക്കുന്നതിന് തടസ്സം ഞങ്ങളാണ്. അതാണ് പ്രശ്നം. ആ തടസ്സമാണ് വിഷയം. ആ തടസ്സത്തിന്റെ ഭാഗമായിട്ടാ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഞങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്നുള്ള ഞങ്ങളുടെ മുദ്രാവാക്യത്തിന് പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. കേരളത്തെ ഗുജറാത്താക്കാതിരിക്കാൻ ഞങ്ങൾ ഇനിയും ശക്തമായ നിലപാടെടുക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെ വകവരുത്തുന്നതെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വക്കീല് പറഞ്ഞ അതേ സെൻസ് തന്നെയാണ് ഞാൻ ഉൾക്കൊണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങളെ കേരളത്തിൽ ടാർഗറ്റായി അമിത്ഷായും മോഹൻ ഭഗവതും ഒക്കെ കാണുന്നത്. ശ്രീധരൻപിള്ള, എന്തേ കോൺഗ്രസ്സുകാരെ ഇവര് നേരിട്ട് അറ്റാക്ക് ചെയ്യാത്ത? കേരളത്തിൽ BJP RSS കോൺഗ്രസ് സംഘർഷം എന്താ ഇല്ലാത്തത്? എന്റെ ഗുജറാത്തിൽ RSS ഇപ്പൊ വക്കീല് പറഞ്ഞതുപോലെയാണെങ്കിൽ ഗുജറാത്തിൽ ഇവരുടെ അജണ്ടക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ കോൺഗ്രസ് ചെയ്യാറില്ല, UP-ൽ ഫൈറ്റ് ചെയ്യാൻ കോൺഗ്രസ് ചെയ്യാറില്ല. അപ്പൊ വരുന്നതിന് മുമ്പ് ശ്രീ B ഉണ്ണികൃഷ്ണൻ, ഇപ്പൊ ഇതാണ് ഒരു മേശയ്ക്ക് ചുറ്റും ചർച്ച ചെയ്ത് തുടക്കത്തിൽ ഇരിക്കാൻ പോകുന്നതെങ്കിൽ ശ്രീ B ഉണ്ണികൃഷ്ണൻ ലൈനിലുണ്ടെന്നാണ് കരുതുന്നത്. ശ്രീ B ഉണ്ണികൃഷ്ണൻ, PS ശ്രീധരൻപിള്ള, ഇപ്പോൾ മുഹമ്മദ് റിയാസ് നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ ചർച്ച എവിടേക്കെങ്കിലും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു മോഹൻ ഭാഗവത് പറഞ്ഞ അർത്ഥത്തിലേക്കോ ശ്രീ പിണറായി വിജയൻ പറഞ്ഞ അർത്ഥത്തിലേക്കോ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും താഴെ തട്ടിൽ ഈ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണം. ഈ ചർച്ചകളൊക്കെ തന്നെ ഇപ്പോഴും നടക്കുന്നത് ഈ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതെവിടെയാണ് തുടങ്ങാൻ പോകുന്നത്? എന്താണ് നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായം മുഹമ്മദ് റിയാസിനോട് പറയാനുള്ളത്? ലാല് പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ഈ കണക്കും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്
ഒരു 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 വാദപ്രതിവാദങ്ങൾ പോയാൽ എവിടെ എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതിൽ ഒരു സത്യമുണ്ട്. ഇന്ന് പൊതുസമൂഹമാണ് എല്ലാം നിശ്ചയിക്കുന്നത്. പണ്ട് അങ്ങനെയല്ല. പൊളിറ്റിക്കൽ പാർട്ടിയുടെ കമ്മിറ്റഡ് വോട്ടേഴ്സാണ് നമ്മുടെ നാടിൻ്റെ ഭാഗത്ത് നിർണ്ണയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴെൻ്റെ പഠനം, എൻ്റെ ഒരു വിലയിരുത്തലിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിലയിരുത്തലനുസരിച്ച് ഏതാണ്ട് 30-35% ഒക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ കമ്മിറ്റഡ് വോട്ടേഴ്സ് ഉള്ളൂ. കോൺഗ്രസിൻ്റെ ആയാലും CPM-ൻ്റെ ആയാലും BJP-യുടെ ആയാലും. ബാക്കി ഒരു 60%, ഒരു ഭൂരിപക്ഷം ആളുകൾ അവർ വാസ്തവത്തിൽ പൊതുസമൂഹം നിശ്ചയിക്കുന്ന പോലെ. അപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഇന്ത്യയിൽ പൊതുസമൂഹം നിശ്ചയിച്ചുകൊണ്ടാണ്. ഞങ്ങൾക്കൊരു 20-22% ഉറച്ച വോട്ടുകൾ ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കില്ല. അത് 38-ലേക്ക് എത്തിയത് പൊതുസമൂഹത്തിൽ വോട്ട് കിട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് പൊതുസമൂഹം ഒരിക്കലും ഇത്തരം സംഭവങ്ങൾക്ക് അത് ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമാവില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ കഠിനമായി BJP അറസ്റ്റിനെ എതിർത്തോട്ട് CPM-നെ ഞങ്ങൾ കഠിനമായി എതിർത്തോട്ട്. അതെല്ലാം ആശയപരമായ എതിർപ്പുകളായി നമ്മൾ ചുരുക്കി നിർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് ശരിയല്ല എന്നുള്ളൊരു മെസ്സേജ് നൽകാൻ സാധിക്കും. ഞാൻ ചോദിക്കാം, ഇപ്പോൾ കണ്ണൂരിൽ തന്നെ പല സംഭവങ്ങളിലും ആത്മാർത്ഥമായിട്ട് ചില അവിടെ ഇരുന്ന മീഡിയേഷനുകൾ ആത്മാർത്ഥമായിട്ട് അന്യോന്യം കൈ കൊടുത്ത് 2 കൂട്ടരുടെ അറസ്റ്റ് കൊടുത്തപ്പോൾ കുറേ കാലത്തേക്ക് കൊലപാതകം ഉണ്ടായില്ല. പിന്നെ അണികൾ ചെയ്യുന്നതാണ്, പലപ്പോഴും ചെയ്ത പാർട്ടികൾ ഏറ്റെടുക്കേണ്ടി വരും. പക്ഷേ ആസൂത്രിതമായി നടക്കുന്ന കൊലപാതകങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അതിൽ CPM-ൻ്റെ ഭാഗത്തുനിന്ന് അവരിപ്പോൾ പ്രതികരിച്ചത് ചില കണ്ടീഷനൊക്കെ പറഞ്ഞാൽ പോലും CPM-ന് സംശയമുണ്ട്. കാരണം ഇത്രയും കാലമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതും അവർക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. ഒരുപക്ഷെ ഇത് ആരാണ് തുടങ്ങിയത് എന്നുള്ള കാര്യത്തിലായിരിക്കാം നിങ്ങൾ തർക്കിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ജീവൻ പോയിട്ടുള്ളതെന്നായിരിക്കും നിങ്ങൾ പറയുക. തിരിച്ചപ്പുറത്തെ കണക്കുകൾ CPM-നും പറയാനുണ്ട്. പക്ഷേ ഇത്തരമൊരു ചർച്ചയിലേക്ക് പൊടുന്നനെ വരുമ്പോൾ സംശയം ഇല്ലാതാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അതിന് ഒരു കൃത്യമായ ഒരു സൂചന നൽകേണ്ടതുണ്ട്. ഇതാരോ എവിടെയോ ചർച്ചകളിലേക്ക് വന്നപ്പോൾ മോഹൻ ഭാഗവതിനോട് ചോദിച്ചതിന് ഉത്തരമായി പറഞ്ഞതിന് അവർ മുൻകൈ എടുത്ത് മുന്നോട്ട് പോകുന്ന ചില കാര്യങ്ങൾ എന്നുള്ളതിനപ്പുറം RSS കൃത്യമായി ആത്മാർത്ഥമായി എന്തു ചെയ്തു? അല്ല, RSS-ൻ്റെ തലവനല്ലേ, ഫൈനൽ വേർഡല്ലേ RSS സംവിധാനത്തിൽ കുടുംബനാഥനെ പോലെയാണ്, കുടുംബസങ്കല്പം ഉള്ളതാണ്. അപ്പോൾ ഏറ്റവും കുടുംബനാഥനായിട്ടുള്ള ആൾ, ഫൈനൽ വേർഡായിട്ട് ആ കുടുംബത്തെ സംബന്ധിച്ച് RSS കുടുംബത്തിലെ ആളാണ് ഭാഗവത്. അദ്ദേഹം ഒരു പറയുന്ന വാക്ക് 100% ഔപചാരികമാണ്, അതിനപ്പുറത്ത് ഔപചാരിക വരാനുള്ള. അതുപോലെ പിണറായി വിജയനും കേരളത്തിലെ CPM നേതൃനിരയിൽ ഏറ്റവും കരുത്തനായ അതിൻ്റെ ചുമതലപ്പെട്ട നേതാവാണ്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി മാനിക്കുന്നയാളാണ്. അപ്പോൾ അതേപോലുള്ള ഒരാൾ പറഞ്ഞിരിക്കുന്നു. പണ്ട് EMS അങ്ങനെ ശ്രമിച്ചതാണ്. രാമേന്ദ്രൻ പിള്ളയൊക്കെ മുൻകൈ എടുത്ത് അങ്ങനെ ശ്രമങ്ങൾ നടന്നു. അപ്പോൾ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. ഏതായാലും അങ്ങനെ ശ്രമങ്ങൾ നടക്കുന്നത് കൊണ്ട് എന്താ നഷ്ടപ്പെടാനുള്ളത്? ഒരു നഷ്ടവുമില്ലല്ലോ. നമുക്ക് ശ്രമിക്കാം, ആ ശ്രമം ഉണ്ടാകും. പിന്നെ ഇതിനെപ്പറ്റി ഔപചാരികമായി പ്രതികരിക്കേണ്ടത് RSS ആണ്. ഞാനതിൽ എനിക്ക് ഈ ഇപ്പോഴുള്ള പിണറായി വിജയൻ അത് തന്നെയായിരുന്നു എൻ്റെ ചോദ്യം. മുഹമ്മദ് റിയാസ്, RSS ആണ് ഔദ്യോഗികമായി ഇതിനോട് പ്രതികരിക്കേണ്ടത്. പക്ഷേ BJP RSS-ഉം തമ്മിൽ ഇപ്പോൾ വലിയ വ്യത്യാസമില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ BJP-ക്കാർ പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ സൗകര്യപൂർവ്വം ശ്രീ PS RSS-ന്റെ തലയിലേക്ക് വയ്ക്കുകയും ചെയ്തു. ശ്രീ മുഹമ്മദ് റിയാസ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ ഭാഗവത് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാം, അത് ആത്മാർത്ഥമാണെങ്കിൽ കൂടി ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത്? RSS-നോട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം അതായിരുന്നു. എന്താണ് നിങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നത്? നിങ്ങളുടെ പ്രത്യയശാസ്ത്രം മാറ്റി നിങ്ങൾ പുതിയ രീതിയിൽ വരണമെന്നാണോ, അതോ നിങ്ങളുടെ കൊല നിർത്തൂ എന്നാണോ, നിങ്ങളുടെ പരിപാടി മൊത്തത്തിൽ അവസാനിപ്പിക്കുമെന്നാണോ? എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത്? ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഇൻടോളറൻസിനെ കുറിച്ച്, അസഹിഷ്ണുതയെക്കുറിച്ച് വലിയ രീതിയിലേക്ക് ചർച്ച നടന്നു. പാർലമെൻറ്റിന് പുറത്തും നടന്നു. അസഹിഷ്ണുത നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടാനിടയായ കാരണത്തിൽ പ്രധാന കക്ഷി RSS സംഘപരിവാറുമാണ്. ആ സംഘപരിവാറിൻ്റെയും RSS-ൻ്റെയും അസഹിഷ്ണുത ചർച്ച ചെയ്യപ്പെടുന്നു. ഇവിടെ ശ്രീ മോഹൻ ഭഗത് തന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമാണ് കേരളം. ആ കേരളത്തിൽ RSS-ൻ്റെ ഇത്തരം രീതികളോട് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കാത്ത ഒരു സമൂഹമാണുള്ളത്. ആ സമൂഹം കേരളത്തിൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും മതരഹിതരായി നിലകൊള്ളുന്നവരും ഒരു സെക്യുലർ മൈൻഡുള്ളവരാണ് മഹാഭൂരിപക്ഷം, മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. ആ മതനിരപേക്ഷ മനസ്സുകൾ ഒരിക്കലും ഒരു വർഗീയ ധ്രുവീകരണത്തെ, ഏത് രീതിയിലുള്ള വർഗീയത ആയിക്കോട്ടെ, അംഗീകരിക്കുന്നവരല്ല. സമാധാനം, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, സമാധാനം, സ്വസ്ഥത പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ജനം ആഗ്രഹിക്കുന്നു.
അക്രമം, ആളെ കൊലപ്പെടുത്തൽ എന്നീ RSSന്റെ ഇത്തരം അജണ്ടകളോട് ഒരു തരത്തിൽ യോജിക്കുന്നില്ല ജനം. ഇവിടെ വിഷയം എന്താ? ഞങ്ങളെ എന്തിനു വേട്ടയാടുന്നു? അതാണല്ലോ ചോദ്യം. യഥാർത്ഥത്തിൽ ഞങ്ങളെ RSS വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡ് കറക്റ്റാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു. ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്ന സെക്യുലറിസത്തിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വേട്ടയാടപ്പെടുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് വേട്ടയാടപ്പെടാത്തത്. ഇപ്പോൾ ഗുജറാത്തിലൊന്നും ഞങ്ങളില്ല, UP ഞങ്ങൾ കുറവാണ്. വക്കീൽ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളങ്ങളും ഞങ്ങൾ കുറവാണ്. പക്ഷെ അവിടെയൊക്കെ കോൺഗ്രസ് ഉണ്ടല്ലോ. കോൺഗ്രസ് ഇവിടെ സെക്യുലറിസത്തിന് വേണ്ടി ശക്തമായ നിലപാടെടുക്കാത്തത് കൊണ്ട് ഇവരുദ്ദേശിക്കുന്ന വംശീയ മത സാമുദായിക ധ്രുവീകരണത്തിന് ഉതകുന്ന രീതിയിലേക്കുള്ള കലാപങ്ങൾക്ക് കോൺഗ്രസിന്റെ സാന്നിധ്യം ആ സംസ്ഥാനങ്ങളിൽ ഒരു തടസ്സമല്ല. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഗുജറാത്ത് മോഡൽ, മുസഫർ നഗർ മോഡൽ, മംഗലാപുരം മോഡൽ നടക്കില്ല, എളുപ്പമല്ല. കാരണം ഞങ്ങളുണ്ട് ഇവിടെ, ഞങ്ങൾ ശക്തമാണ്, ഞങ്ങൾ അതിനെ ചെറുക്കും. അത് ഏത് രീതിയിലും ആയിക്കോട്ടെ, ആ ചെറുക്കൽ ഞങ്ങൾ ഇവരുടെ കണ്ണിലെ കരടാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ അത് ഞങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഇവിടെ മുൻകൈ എടുക്കേണ്ടത് മോഹൻ ഭഗവത്. ക്ഷമിക്കുക, നമുക്ക് ഒരു മിനിറ്റിൽ ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ PS ശ്രീധരൻപിള്ളയിലേക്കും വരാം. ഇപ്പോൾ CPI നേതാവ് ശ്രീ AB ബർദൻ അന്തരിച്ചിരിക്കുന്നു. ആ ചർച്ചയിലേക്കും ആ വാർത്തയിലേക്കും നമുക്കൊന്ന് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ ചർച്ച അവസാനിപ്പിക്കാനായി ശ്രീ PS ശ്രീധരൻപിള്ള, നിങ്ങൾ രാഷ്ട്രീയം ആയി ആണ് ഇപ്പോൾ RSS പുതിയ മുഖവുമായാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ വരാൻ പോകുന്നത്. കേരളത്തിൽ BJPയുടെ മുഖം തന്നെ RSSന്റെ ഒരു നിറത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്നൊരു ആക്ഷേപം കൂടി ഉണ്ടല്ലോ. ആ അർത്ഥത്തിൽ RSSന് പഴയ ചിത്രം മാറ്റിയെടുത്തുകൊണ്ട് പുതിയൊരു രീതിയിലേക്ക് അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇത്തരമൊരു ചർച്ച ഗുണം ചെയ്യും. ഇത് BJPയുടെ രാഷ്ട്രീയമാണ്, RSSന്റെ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നവരോട് എന്ത് പറയും ഇത്തരം ചർച്ചകൾ? ലാലിനെ പോലുള്ള ഒരു ബുദ്ധിമാനായ മാധ്യമപ്രവർത്തകൻ്റെ വ്യാഖ്യാനമാണത്. ആ വ്യാഖ്യാനം വസ്തുനിഷ്ഠമല്ല. അതുകൊണ്ട് RSS ഒരിക്കലും രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരികമായി ഹിന്ദു ഏകീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന, അതിലെ ഉച്ചനീചത്വങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനമാണ്. അതേസമയത്ത് BJPക്ക് അതിനോട് പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. ധാരാളം RSS പ്രവർത്തകന്മാർ BJPക്ക് നേതൃനിരയിലുണ്ട്. BJP രാഷ്ട്രീയമായിട്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും RSS കൽപ്പിക്കുന്ന പോലെയല്ല. അങ്ങനെ ആക്കി തീർക്കുന്നത് ഇന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ വർത്തമാന അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ലാലത് സമർത്ഥമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിനോട് എനിക്ക് യോജിക്കാൻ നിർവാഹമില്ല. ശ്രീ റിയാസ്, എൻ്റെ സമർത്ഥമായ അവതരണം എന്ന് പറഞ്ഞ് ശ്രീ PS ശ്രീധരൻപിള്ള അതിനെ തള്ളി. നിങ്ങളും അത് അങ്ങനെയാണോ കാണുന്നത്? അതിനപ്പുറം എന്തെങ്കിലും പറയാനുണ്ടോ? പെട്ടെന്ന് അവസാനിപ്പിക്കാം. അല്ല, ഒരിക്കലും അതിനപ്പുറം പറയാനില്ല. ഇപ്പം ഇന്ന് മാവേലിക്കരയിൽ ബീഫ് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാറിൻ്റെ ശ്രമം അവിടെ DYFI ചെറുത്തു. DYFIക്കെതിരെ അക്രമം. കോഴിക്കോട് കോർപ്പറേഷനിൽ വേങ്ങേരിയിൽ BJP ജില്ലാ പ്രസിഡന്റ് ശ്രീ രഘുനാഥിൻ്റെ നേതൃത്വത്തിൽ അവിടെ വന്ന ആളുകൾ ആക്രമിച്ചു, 3 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഒരു മുൻ കൗൺസിലറുണ്ട്, CPMന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറുണ്ട്, 3 പേരെ. അപ്പം ഇത് ശ്രീ കുമ്മനം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം അവർ ഏറ്റെടുത്ത അജണ്ടയാണ്. കേരളത്തിൽ വ്യാപകമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, മതസാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനവർക്ക് തടസ്സമാണ് ഞങ്ങളുടെ സാന്നിധ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്. എന്തായാലും ഈ കാര്യങ്ങൾ മനസ്സിലുള്ളപ്പോൾ CPM RSS ചർച്ച ഏത് വഴിക്കാണ് പോവുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയേണ്ടത്. ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു.